അസ്സലാമലൈക്കും. ഇപ്പോൾ നമ്മൾ കുതിരനെ കുറിച്ച് മനസ്സിലാക്കിയില്ലേ? ഇനി അവിടെ പറയാൻ പോകുന്നത് ഒട്ടകത്തെ കുറിച്ചാണ്. സൗദി അറേബ്യയിൽ ജീവിക്കുന്ന നമുക്ക് ഏറെ പരിചയമുള്ള ഒരു മൃഗമാണ് ഒട്ടകം. ഒട്ടകം രണ്ട് തരത്തിലുണ്ട്. ഒറ്റ ഹമ്പുള്ള അറേബ്യൻ ഒട്ടകവും രണ്ട് ഹമ്പുള്ള ബാറ്ററിയൻ ഒട്ടകവുമുണ്ട്. ഒറ്റ ഹമ്പുള്ള അറേബ്യൻ ഒട്ടകം സൗദി അറേബ്യ രാജ്യങ്ങളിലാണ് കാണാറുള്ളത്. രണ്ട് ഹമ്പുള്ള ബാറ്ററിയൻ ഒട്ടകം ആഫ്രിക്കയിലാണ് കാണാറുള്ളത്. മരുഭൂമിക്ക് അനുസരിച്ചുള്ള രീതിയിലാണ് ഒട്ടകത്തെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കട്ടിയുള്ള രോഗങ്ങളാണ് ഒട്ടകത്തിനുള്ളത്. മരം പൊഞ്ചുന്ന തണുപ്പിൽ നിന്നും അതിശക്തമായ ചൂടിൽ നിന്നും അതിനെ സംരക്ഷിക്കുന്നു. ഇനി പറയാൻ പോകുന്നത് ഒട്ടകത്തിലെ കണ്ണുകളെ കുറിച്ചാണ്. ഒട്ടകത്തിന്റെ കണ്ണുകൾക്ക് 3 കൺപോളകളാണുള്ളത്. മൂന്നാമത്തെ കൺപോള മണൽക്കാറ്റ് അടിക്കുമ്പോൾ അതിന്റെ കണ്ണ് അടിച്ചു പിടിച്ച് കാണാനുള്ള കഴിവാണ് അല്ലാഹു കണ്ണുകൾക്ക് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് അതിന്റെ മൂക്ക് ചെവി. മണൽക്കാറ്റുണ്ടാവുന്ന സന്ദർഭത്തിൽ അതിന്റെ മൂക്ക് അടിച്ചു പിടിച്ച് ബ്രീത്തിയാലൊരു കഴിവാണ് അല്ലാഹു അതിന്റെ മൂക്കിന് കൊടുത്തിട്ടുള്ളത്. ചെവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മണൽക്കാറ്റുണ്ടാകുന്ന സന്ദർഭത്തിൽ അതിൻ്റെ ചെവി അടച്ചു പിടിക്കാൻ അതിന് സാധിക്കും. അപ്പോൾ മണൽത്തരികളൊന്നും ചെവിൻ്റെ ഉള്ളിൽ പ്രവേശിക്കില്ല. അതിൻ്റെ ചുണ്ടിലേക്ക് നോക്കും. മരുഭൂമിയിൽ നമുക്ക് കാക്ടസ്, മുൾച്ചെടി, ഉണങ്ങിയ ചെടി അങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ കിട്ടുക, ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കിട്ടുക. അതൊക്കെ ഇതിനെ എളുപ്പത്തിൽ കഴിക്കാൻ രീതിയിലാണ് പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇതിനെ ചുണ്ടി സൃഷ്ടിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഡൈജഷനൊന്നും അങ്ങനെ പ്രശ്നമില്ല. ഇതിനെ ഹമ്പ് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇതിനെ ഹമ്പയുടെ ഒട്ടകത്തിൻ്റെ 1/3 ഭാരം വെള്ളം ഇതിൻ്റെ ഹമ്പിൽ അതിനെ സ്റ്റോർ ചെയ്യാൻ കഴിയും. ഒരു നോർമൽ ഒട്ടകത്തിൻ്റെ ഹൈറ്റ് ഏകദേശം 3 അടി ഉയരമാണ് വരുന്നത്. ഒട്ടകത്തിൻ്റെ കാൽഭാഗം ഇത് മണൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഒട്ടകത്തിൻ്റെ കാല് മണലിൻ്റെ അടിയിൽ പൂന്തി പോവില്ല. നമ്മളൊക്കെ നടക്കുമ്പോൾ നമ്മുടെ കാല് മണലിൻ്റെ അടിയിൽ പൂന്തി പോകും. വാഹനങ്ങൾ ഓടിക്കുമ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ ടയർ മണലിൻ്റെ അടിയിൽ പൂന്തി പോകും. ഒട്ടകത്തിൻ്റെ കാല് അങ്ങനെ മണലിൻ്റെ അടിയിൽ പൂന്തി പോവില്ല. അങ്ങനത്തെ ഒരു കഴിവാണ് ഒട്ടകത്തിൻ്റെ കാലിൽ കൊടുത്തിട്ടുള്ളത്. ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, ഒട്ടകത്തിന്റെ സൃഷ്ടിപ്പിലേക്ക് നിങ്ങളൊന്നൊക്കെ നോക്കൂ. ഇതിലൊക്കെ ചിന്തിക്കുന്നവർക്കും ദൃഷ്ടാന്തമുണ്ട്. ഇനി നിങ്ങൾക്ക് തേനീച്ചയെ കുറിച്ച് മനസ്സിലാക്കും.